ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു സ്നാക്ക് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കുറയ്ക്കാൻ എത്രയും പഞ്ചസാര വേണ്ടെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. അധികം പുളിയില്ലാത്ത 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്കി വന്നിട്ടുള്ള ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവായാലും കുഴപ്പമില്ല. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഫ്രൈ ആക്കാനായിട്ട് ഓയിൽ ചൂടാക്കിയെടുക്കാം. അത്രയും നേരം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുള്ളൂ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂണ് ഇതുപോലെ എണ്ണയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ സ്പൂണിലേക്കൊന്ന് എണ്ണ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെക്കണം ഇതിൻ്റെ ഫ്ലെയിം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളു വേകാതിരിക്കും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. മാവ് ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ ഇതിൽ നിന്ന് അങ്ങ് വിട്ട് ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് 2 സൈഡും കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. തീ കൂട്ടി വയ്ക്കാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേവാതിരിക്കും, പുറമേ നല്ല കളറും ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇതേപോലെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൂണിലൊഴിച്ചിട്ട് ചെയ്യുന്നത്. സ്പൂണിൽ നിന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തിയിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് ഇതുപോലെ നല്ലൊരു കളറിലാക്കി എടുക്കണം. നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബട്ടർ ഒന്ന് പ്രസ് ചെയ്തിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മാത്രം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്രീം തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ബണ്ണൊക്കെ നന്നായിട്ട് തണുത്തിട്ട് വേണം ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ദോശമാവോ അപ്പത്തിൻ്റെ മാവോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്